ഹായ് മൈ പാർട്ട്നേഴ്സ്, നമുക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു ID എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ A to Z മാളിലേക്ക് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ IDയും പാസ്വേഡും വെച്ചിട്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കുക. ഇതിൽ നമ്മളുടെ മൈ ഇൻകം ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾ ആക്ടിവേഷൻ വാലറ്റ് 0 ആയിട്ടായിരിക്കും നിങ്ങളത് കിടക്കുന്നത്. അതായത് നമ്മൾ വാലറ്റിലേക്ക് എമൗണ്ട് വന്നിട്ടില്ലെങ്കിൽ അത് 0 ആയിരിക്കും. ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഒരു 150 രൂപ അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നവർ ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ കാണിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ ID, എൻ്റർ എമൗണ്ട്, ചൂസ് ദ ഫയൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ A to Z മാളിലേക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ അടുത്ത് പോവുക. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു 150 രൂപ പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ UPI ട്രാൻസാക്ഷൻ ID നമ്മൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, തെറ്റൊന്നുമില്ല. അപ്പം നമ്മളത് 43 29 74 39 53 53 ഞാനതിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കോപ്പി ചെയ്യാം. നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ട്രാൻസാക്ഷൻ ID എന്നുള്ളിടത്തത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് ചെയ്യാം. എമൗണ്ട് നമ്മൾ 150 ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചൂസ് ദ ഫയൽ, നമ്മളെ ഫയൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിലിപ്പം നമ്മൾ 150 രൂപ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത്. 150 രൂപയുടെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. ആഡിൻ്റെ അവിടെ നമ്മൾ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്ഡേറ്റിംഗ് എന്ന് കാണിക്കും. ഇപ്പം ട്രാൻസാക്ഷൻ ആഡഡ് സക്സസ്ഫുള്ളി, പ്ലീസ് വെയിറ്റ് ഫോർ അഡ്മിൻ അപ്രൂവൽ എന്ന് വരും. നമ്മൾ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ വാലറ്റിലേക്ക് എമൗണ്ട് കയറുന്നത്. നിങ്ങൾ എന്ത് തന്നെ ആയാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെയിലേക്ക് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്ലൈൻ്റെ അടുത്ത് പോയി പരാതി പറയരുത്. അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആക്ടിവേഷൻ വാലറ്റിലേക്ക് ഈ എമൗണ്ട് കയറും. അതിന് ശേഷം നിങ്ങൾ ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്യാം. ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് യുവർ ID എന്ന് പറയും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ID ആണോ ആക്റ്റീവ് ചെയ്യാനുള്ളത് ആ ID ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഇവിടെ ദിയ ഫാസിലയുടെ ID ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. SW 149 632 SW 149 600, തെറ്റരുത്, ഒന്നും കൂടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 632 ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ അവരുടെ പേര് അവിടെ വന്നിട്ടുണ്ട്. അവിടെ സൈഡിൽ ഇനാക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ സക്സസ്ഫുള്ളായി ഇവിടെ കാണിക്കുന്നുണ്ട് ആക്റ്റീവ് എന്ന്. ഇത്രയേ ഉള്ളൂ നമുക്കൊരു ID ആക്ടിവേഷൻ ചെയ്യാനുള്ള പണി.